ആ ബദറിന്റെ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ നേരെ നോക്കി. വഹും അൽഫ്, അവർ 1000 ആളുകളുണ്ട്. വഅസ്ഹാബുഹു 319 റജുലൻ, നബിയുടെ കൂടെയുള്ള അനുചരന്മാരായ മുസ്ലിമീങ്ങൾ 319 പേര് മാത്രമാണുള്ളത്. സഹാബത്തിന്റെ 3 ഇരട്ടിയാണ്. എന്നാൽ സാധാരണ ഒരു അറബി സഞ്ചരിക്കുമ്പോൾ എന്താണോ കയ്യിലുണ്ടാവുന്നത് അത് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. യുദ്ധത്തിനുള്ള ഒരുക്കം ഒരുങ്ങിയിട്ടില്ല, ആയുധങ്ങളില്ല, വാഹനങ്ങളില്ല, യുദ്ധക്കോപ്പുകളൊന്നുമില്ല. എന്നാൽ ഈ 1000 ആളുകൾ അങ്ങനെയല്ല. അവർക്ക് മക്കയിൽ നിന്ന് വലിയ യുദ്ധസന്നാഹങ്ങളെത്തി. 3 ഇരട്ടി വരുന്ന ആളുകൾ സകല പടക്കോപ്പുകളുമായി ഇവിടെ ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഫസ്തഖ്ബല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഖിബ്ല. 319 ആളുകൾ തന്റെ കൂടെ, 1000 ആളുകൾ മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത്. ഇതൊന്ന് നിരീക്ഷിച്ച നബി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നു. ثم مد يديه فجعل يهتف بربه. എന്നിട്ട് നബി തന്റെ 2 കൈകളും നീട്ടി അല്ലാഹുവിങ്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, അല്ലാഹുവേ എന്നോട് നീ വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ പൂർത്തിയാക്കി തരണമേ. അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുവേ എന്നോട് വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. മുസ്ലിമീങ്ങളായ മുവഹിദുകളായ ഈ ആളുകളെങ്ങാനും ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നെ മാത്രം ആരാധിക്കാൻ ആരുമുണ്ടാവില്ല. അന്ന് ഭൂലോകത്ത് ഏകനായ റബ്ബിനോട് മാത്രം വിളിച്ചു തോരുന്ന, അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന ഈ ഒരു പിടി ആളുകൾ മാത്രമാണുള്ളത്. ഈ ബദറിലെ രണാങ്കണത്തിൽ അവരെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ ഈ ഭൂമിയിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആളുകൾ പിന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഫമാ സാല യഹ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈഹി മുസ്തഖ്ബിലൽ ഖിബ്ല. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് കൈകൾ നീട്ടിപ്പിടിച്ച് നബി അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ സഖത റിദാഉഹു അലാ മൻകിബൈഹി. ആ കൈ പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ നബിന്റെ ചുമലിലുണ്ടായിരുന്ന തട്ടം താഴോട്ട് വീണു. ഫാതാഹു അബൂബക്കറിൻ ഫാഖദ റിദാഅഹ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് നബിയുടെ അടുക്കൽ വന്ന് ആ തട്ടം എടുത്തു. ഫാൽഖാഹു അലാ മൻകിബൈഹി. എന്നിട്ട് നബിയുടെ ചുമലിൽ ആ തട്ടം ശരിക്കിട്ടു കൊടുത്തു. ثم التزمه من ورائه. സങ്കടപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ നേരെ കൈനീട്ടിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന, ഒരുപാട് സമയം നീണ്ട പ്രാർത്ഥന. അബൂബക്കർ സിദ്ദീഖ് നബിയെ പിന്നിലൂടെ വന്ന് പിടിച്ചു. യാ നബി അല്ലാഹ് കഫാക മുനാശദതുക റബ്ബക. അല്ലാഹുവിന്റെ റസൂലേ, റബ്ബിനോടുള്ള ഈ തേട്ടം റബ്ബിത് കേൾക്കില്ലേ? ഇനി ഇത് പോരെ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഫൈനഹു സയുൻജിസു ലക മാ വഅദക.
അല്ല താങ്കൾക്ക് വാഗ്ദാനം ചെയ്തത് അല്ല നടപ്പിലാക്കി തരും. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കിയത്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് അടിയന്തരമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ഓർക്കുക. ഫസ്തജാബ ലക്കും, ആ റബ്ബ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് ആ മറുപടി. നിങ്ങൾ 319 ഉള്ളൂ, അവർ 1000 ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ മലക്കുകളെ ഇറക്കും. അപ്പൊ ബദരീങ്ങൾ വിഷമമുള്ള സന്ദർഭത്തിൽ ആരോടാണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇസ്തിഗാസ എന്ന പദത്തിന്റെ അർത്ഥം സഹായാർത്ഥന എന്നാണ്. സഹായാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെ. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയും ദുആയാണ്. എന്നാൽ അടിയന്തര സഹായം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ എന്ന് പറയുക. പെട്ടെന്ന് സഹായം കിട്ടണം. എനിക്ക് അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ പടച്ചോനെ തൗഫീഖ് നൽകണേ. അതിന്റെ ഉത്തരം ഇപ്പൊ തന്നെ കിട്ടണോ? സമയമുണ്ട്. ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴോട്ട് വീഴുമ്പോ അല്ലാ, ആ വിളിക്കുള്ള ഉത്തരം എപ്പോഴാ കിട്ടേണ്ടത്? അപ്പ കിട്ടണം. ഒരു കിണറ്റിലേക്ക് വീഴുമ്പോ അള്ളാനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കാണ് ഇസ്തിഗാസ. അത് അപ്പൊ തന്നെ കിട്ടേണ്ടതാണ് ആ സഹായം. ഇതുപോലെ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ രണാങ്കണത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ റബ്ബിൽ നിന്ന് കിട്ടേണ്ട സഹായം അവിടെ അപ്പോൾ തന്നെ കിട്ടേണ്ടതാണ്. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവി. ഇപ്പൊ മൂസാ നബി നടന്നു പോകുമ്പോ മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ട ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ശണ്ട കൂടുന്നു. മൂസാ നബിനെ കണ്ടപ്പോ പെട്ടെന്ന് നിന്നെ സഹായിക്കണേ. ആ അടിയന്തര സഹായത്തിന് ഇസ്തിഗാസ എന്നാണ് പ്രയോഗിക്കുക. അതാണ് ഖുർആൻ അവിടെ ആ പദം പ്രയോഗിച്ചത്. അപ്പൊ ഇവിടെ ബദരീങ്ങൾ ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും പൂർവികരായ ആളുകളോട്, സാലിഹ്യങ്ങളോടോ ശുഹദാക്കളോടോ സജ്ജനങ്ങളോടോ പ്രാർത്ഥിച്ചില്ല. അമ്പിയാക്കളോടോ മറ്റു മഹാന്മാരോടോ പ്രാർത്ഥിച്ചില്ല. ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുക. അപ്പൊ ഈ പ്രാർത്ഥന, ഈ ഇസ്തിഗാസ, ഈ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് ബദരീങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ബദറിൽ പങ്കെടുത്ത ഒരാള് അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു തേടിയതായി കാണാൻ കഴിയില്ല. എന്നാൽ ബദരീങ്ങളോട് വിളിച്ചു തേടിയിട്ടില്ലെങ്കിൽ, മമ്പുറത്തെ തങ്ങളോട് വിളിച്ചു തേടിയിട്ടില്ലെങ്കിൽ, മറ്റുള്ള ഹോജാക്കന്മാരോടും ശുഹദാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഇസ്തിഗാസ ചെയ്തില്ലെങ്കിൽ ഗുരുത്തക്കേട് തട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ് ആളുകൾ.
അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോരെ അവന്റെ അടിമക്ക്. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, എന്നാൽ അള്ളയല്ലാത്തവരെ പറ്റി പറഞ്ഞുകൊണ്ട് അവർ നിന്നെ പേടിപ്പിക്കുന്നു. ബദരീങ്ങളുടെ ഗുരുത്തക്കേട്, തങ്ങന്മാരുടെ ഗുരുത്തക്കേട്, ഔലിയാക്കളുടെ ഗുരുത്തക്കേട് അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് അവരോട് വിളിച്ചു തേടാനും ഇസ്തിഗാസ ചെയ്യാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും അങ്ങനെ ശിർക്കിന്റെ വഴിയിൽ ആളുകളെ പിടിച്ചു നിർത്തുന്നത്. അതിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാനാണ് റസൂലുള്ള വന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും സകല ഇബാദത്തുകളും അവന് മാത്രം. എന്നാൽ അള്ളാഹിനെ പറ്റി മാത്രം പറയപ്പെട്ടാൽ വൈദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽആഖിറ. അള്ളാഹിനോട് മാത്രം തേടണം എന്നിങ്ങനെ പറഞ്ഞാൽ ശരിയായ പരലോക വിശ്വാസമില്ലാത്ത ആളുകൾക്ക് നീരസമുണ്ടാകും. അവർക്കൊരു വെറുപ്പ, ഇവർക്കൊരു അള്ള മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു തൗഹീദ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താ ഔലിയാക്കന്മാര് വേണ്ടേ, തങ്ങന്മാര് വേണ്ടേ? വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളല്ലാത്തോലെ പേര് പറഞ്ഞാൽ അവർക്ക് സന്തോഷായി. ബദരീങ്ങളെ പറ്റി പറഞ്ഞാൽ, ശുഹദാക്കളെ പറ്റി പറഞ്ഞാൽ, ഔലിയാക്കളെ പറ്റി പറഞ്ഞാൽ അവർക്ക് സന്തോഷായി. അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞാലോ അവർക്ക് നീരസം, ഉള്ളിൽ വെറുപ്പ് വരും. ذلك بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. ذلكم بأنه إذا دعي الله وحده, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടപ്പെട്ടാൽ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ കഫർത്തും, ഓലത് അംഗീകരിക്കൂല, നിങ്ങളത് നിഷേധിക്കും. വയ്യുശ്റക് ബിഹി തൂമിനു, എന്നാൽ ആ റബ്ബിന്റെ കൂടെ മറ്റുള്ളവരോടുകൂടി തേടണം, ഇസ്തിഗാസ ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാലോ തൂമിനു, നിങ്ങൾ വിശ്വസിക്കും ചെയ്യും. അപ്പൊ അള്ള മാത്രം പോരാ, അള്ളാനെ മാത്രം പറഞ്ഞാൽ അവർക്ക് വെറുപ്പാണ്, നീരസമാണ്, അത് സ്വീകരിക്കൂല, അംഗീകരിക്കൂല. അള്ളയില്ലാത്തവരെ കൂട്ടി പറഞ്ഞാലോ അവർക്ക് സന്തോഷമാണ്, അവരംഗീകരിക്കുകയും ചെയ്യും. ഈ ഉമ്മത്തിന് അതിശക്തമായ വിധത്തിലുള്ള താക്കീത് ഈ ശിർക്കിൽ നിന്ന് എങ്ങനെയാണോ മോചിപ്പിച്ചത്, ആ ശിർക്കിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ആ ശിർക്കിലേക്ക് തിരിച്ചു പോകുന്നത് കാണാൻ കഴിയാത്ത ഗോപ്യമായ നിലക്കാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. അല്ല അബൂബക്കറെ, ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിലെ ഉറുമ്പുണ്ട്, നമ്മൾ കാണുന്നില്ല. ആ ഉറുമ്പിങ്ങനെ അരിച്ചു വന്ന് നമ്മളെ സോക്സുമ്മക്കൂടി കയറി, അത് പാൻറ്റുമ്മക്കൂടി കയറി, അത് ബനിയത്തിലെത്തി, അങ്ങനെ പുറത്ത് കയറിയിട്ട് ഇവിടെ കടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതുവരെ നമ്മൾ അറിയുന്നില്ല. ഇതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരും. ആ ശിർക്ക് നിങ്ങളെ കടിച്ചാലും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരും. അലാ അദുല്ലുക അലാ ശൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻഹു ഖലീലുഹു വകസീറുഹു. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾ ചെയ്താൽ ആ ശിർക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം
വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇനി അറിയാതെ വല്ല ശിർക്കും സംഭവിക്കുകയാണെങ്കിലോ നീ എനിക്ക് പൊറുത്തു തരണമേ. അറിഞ്ഞോ അറിയാതെയോ ശിർക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സെപ്പോഴും ജാഗ്രതയിലായിരിക്കണം. നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ആ പ്രാർത്ഥന വരണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത് നമ്മുടെ ചുണ്ടിലൂടെ പുറത്തു വരണം. നമ്മുടെ മനസ്സ് ആ തൗഹീദ് നിറഞ്ഞു നിൽക്കണം. നമ്മുടെ പരിസരവും ചുറ്റുപാടും ആ തൗഹീദിന്റെ അന്തരീക്ഷം മുറ്റി നിൽക്കണം. അല്ലെങ്കിൽ ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ നിലക്ക് ശിർക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരും. എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൂടാ? എന്തുകൊണ്ട് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചുകൂടാ? അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ പരിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, അല്ലാഹു നമ്മളോട് ഒരുപാട് ആയത്തുകളിലൂടെ കൽപ്പിക്കുന്നത് ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവിൻ. അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണെന്ന കൽപ്പന. രണ്ടാമത്തെ കാരണം, വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്തവരോട് ഒരിക്കലും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. വിലക്ക്. അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന കൽപ്പന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന വിലക്ക്. മൂന്നാമത്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ച അള്ളാഹ് ഉത്തരം തരും. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം. ഇദ് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും, അതാണ് ബദരീങ്ങളോടും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു. അപ്പൊ എന്താ റബ്ബിന്റെ മറുപടി? ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന്. നാലാമതായി, അല്ലാഹു അല്ലാത്തവരോട്, അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ പരിഗണിക്കൂല. വേറെ ആരവലംബിച്ചിട്ടും കാര്യമല്ല, ആ ശിർക്കിന്റെ വഴിയിലേക്ക് പോവുകയല്ലാതെ. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പൊ അള്ളാഹ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇനി മനുഷ്യന്മാര് വിളിച്ചു തേടുന്ന ബദരീങ്ങളാകട്ടെ, മമ്പുറന്തങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ആരാകട്ടെ, ഇവരൊക്കെ ആരാ? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവര് സൃഷ്ടികളാണ്. അവര് സൃഷ്ടികളാണ്, അവരാരും സൃഷ്ടാക്കളല്ല. ബദരീങ്ങളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും ആരാണെങ്കിലും
അതുകൊണ്ട് സൃഷ്ടികളോട് വിളിച്ചു തേടാൻ പാടില്ല. ആറാമതായി ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് തേടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അപ്പൊ അവർ സൃഷ്ടാക്കളല്ല, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, അവർ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല. നേരെ മറിച്ച് അവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. ഏഴാമതായി പറഞ്ഞത് വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈആ. അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരാരും ഒരീച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ലൻ യഖ്ലുഖൂ ദുബാബാ വലൗ ഇത്തമഉ ലഹു. എല്ലാ അല്ലാഹ്ക്ക് പുറമെ വിളിച്ചു തേടപ്പെടുന്ന മുഴുവൻ ഔലിയാക്കളും മുഴുവൻ വ്യാജ ദൈവങ്ങളും കൂടി ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. എട്ടാമതായി പറഞ്ഞത് നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങളും ആരോട് വിളിച്ചു തേടുന്നു അവരും രണ്ടു കൂട്ടരും ഒരുപോലെ ദുർബലരാ. നിങ്ങളെ സഹായിക്കാനുള്ള കഴിവൊന്നും ഓൽക്കില്ല, ദുർബലരാണവർ. ആവശ്യപ്പെടുന്നവൻ ദുർബലനാണ്. വൽ മത്ലൂബ്, ഏത് ബദരീങ്ങളോടാണോ തേടുന്നത് അവരും ദുർബലരാണ്. ഒമ്പതാമതായി പറഞ്ഞു ഇവരൊക്കെ ഈ ഔലിയാക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചുപോയ ആളുകളാണ്, ജീവനില്ലാത്തവരാണ്. ഈ മരിച്ചുപോയ ആളുകളോട് നിങ്ങൾ വിളിച്ചു തേടിയിട്ട് എന്ത് കാര്യം? പത്താമതായി പറഞ്ഞത് ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും. അതുകൊണ്ട് തന്നെ ഇവരോട് നിങ്ങൾ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കുന്നവനല്ല താങ്കൾ. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഈ ഖബറുകളിലുള്ള ആളുകൾ അവരെ കേൾപ്പിക്കുന്നവനല്ല താങ്കൾ. ഖുർആൻ പല സംഭവങ്ങളും പറയുന്നത് ഇതുപോലത്തെ തത്വങ്ങൾ പഠിപ്പിക്കാനാണ്. സൂറത്തുൽ ബഖറയിൽ കാണാം ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. ഒരു നാട്ടിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുക, ആ നാട് ആകെ തരിശായി കിടക്കുക. അപ്പോൾ ആള് ചോദിക്കുക അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, ഈ നശിച്ചുപോയ ഭൂമിയെ എങ്ങനെയാണ് അള്ളാഹ് ഇനി ജീവിപ്പിക്കുക? ഫഅമാതഹു അല്ലാഹു മിഅത ആം ثم بعث قال كم لبثت قال لبثت يوما أو بعض يوم. അപ്പോൾ അള്ളാഹ് അയാളെ മരിപ്പിച്ചു. 100 കൊല്ലം അയാൾ മരിച്ചു കടന്നു അവിടെ. എന്നിട്ട് അള്ളാഹ് അയാൾക്ക് ജീവൻ കൊടുത്തു. എന്നിട്ട് അയാളോട് ചോദിക്കുക കം ലബിസ്ത, എത്ര കൊല്ലം അവിടെ കഴിച്ചു കൂട്ടിയത്? ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം. അയാളെ മറുപടി ഞാനൊരു ദിവസം, അതല്ലെങ്കിൽ കുറച്ച് സമയം. ഖാല ബൽ ലബിസ്ത മിഅത ആം, ഒരു ദിവസം നീ 100 കൊല്ലം ഇവിടെ മരിച്ചു കിടന്നിട്ടുണ്ട്. സംശയമുണ്ടോ? നിനക്ക് തെളിവ് വേണോ? ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്നഹ്. അയാളെ കൂടെ അയാളുടെ കഴുതുണ്ട്, ആ കഴുതപ്പുറത്ത് അയാളുടെ ഭക്ഷണമുണ്ട്. ഭക്ഷണം ഒരു കേടും പറ്റാതെ അള്ളാഹ് അവിടെ സൂക്ഷിച്ചു. ആ കഴുത തിന്നാൻ കിട്ടാതെ ചത്തുപോയി. എന്നിട്ടോ അത് പറ്റെ ദ്രവിച്ച് കിടക്കുകയാണ്. വൻദുർ ഇലാ ഹിമാരിക വലിനജഅലക ആയത്തൻ ലിന്നാസ് വൻദുർ ഇലൽ ഇളാം കൈഫ നുൻഷിസുഹാ സുമ്മ നക്സുഹാ ലഹ്മാ. നാന്റെ കഴുത നോക്കിക്കോ, 100 കൊല്ലം അതിവിടെ കിടന്നതുകൊണ്ടാണ് ചത്തുപോയത്. മാംസം ജീർണിച്ചു പോയി, എല്ലുകൾ ദ്രവിച്ചു കിടക്കുന്നു. ഇനി അള്ളാഹ് എങ്ങനെയാണ് ഈ നശിച്ച ഭൂമി ജീവിപ്പിക്കാന്നല്ല എന്റെ സംശയം. നോക്കിക്കോ
അയാൾ നോക്കി നിൽക്കേ ആ ദ്രവിച്ച കഴുതയുടെ അസ്ഥികൂടത്തിൽ മാംസങ്ങൾ വന്നു പഴയ പോലെ കഴുതയായി അതിനല്ലാഹു ജീവൻ നൽകി. فلما تبين له قال أعلم أن الله على كل شيء قدير. അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ 100 കൊല്ലം അവിടെ കിടന്നിട്ട് പോലും അയാൾക്ക് എത്ര കാലം കഴിച്ചു കൂട്ടി എന്നറിയാൻ കഴിഞ്ഞില്ല. ഈ ഒരു തത്വം കൂടി ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോൾ അമ്പിയാക്കളോട് വിചാരണ ചെയ്യുന്ന രംഗം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യൗമ യജ്മഉ അല്ലാഹു റുസുൽ ഫയഖൂലു മാദാ ഉജിബ്തും ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. എന്താണ് നിങ്ങൾക്ക് ഈ ആളുകൾ നിങ്ങൾ വിളിച്ചിട്ട് ഉത്തരം തന്നത്? അല്ലാമുൽ ഗുയൂബായ റബ്ബേ, അത് അനക്കേ അറിയുള്ളൂ, ഞങ്ങൾക്കറിയില്ല. മഹാനായ ഈസാ നബി അല്ലാഹ് ഈസാ നബിയെ ഉയർത്തി. അതിനുശേഷം ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പരലോകത്ത് വെച്ച് അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല ഈസ, നീയാണോ ഈ ആളുകളോട് എന്നെ എന്റെ ഉമ്മ മറിയമിനും അള്ളാഹ്ക്ക് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ഇലാഹികളായി സ്വീകരിക്കണമെന്ന് പറഞ്ഞത്? പടച്ചോനെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാലോ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി. നീ എന്നോട് കൽപ്പിച്ചതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും വകുൻത അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം. നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാനെ മാത്രം ആരാധിക്കണം, ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരെ കൂട്ടത്തിലുള്ളപ്പോ ഞാൻ പറഞ്ഞതിന് നീ സാക്ഷിയാണ് റബ്ബേ. ഫലമ്മാ തവഫൈതനീ കുൻത അൻതർ റഖീബ അലൈഹിം. നീ എന്നെ കയ്യേറ്റതിനു ശേഷം അവരെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവൻ നീയാണ്, എനിക്കറിയില്ലെന്ന് എനിക്കേ അറിയുള്ളൂ. അപ്പൊ യേശുക്രിസ്തു ദൈവമാണെന്ന് വിചാരിച്ച് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ചെയ്തു കൂട്ടുന്നതൊന്നും മഹാനായ ഈസാ നബി അറിയുന്നില്ല. 11ാമതായി പറഞ്ഞത് വലൗ സമിഉ മസ്തജാബു ലക്കും. കേൾക്കൂലാന്ന് മാത്രമല്ല, കേട്ടിട്ട് കാര്യമില്ല, ഉത്തരം ചെയ്യൂല. നിങ്ങൾ ഈ ബദരീങ്ങളോടും അമ്പർത്തങ്ങളോടും വിളിച്ചു തേടിയിട്ട് അവർ ഉത്തരം തരുമോ? മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. ഫലം യസ്തജീബു ലഹും, അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയോ? അവർക്ക് ഉത്തരം കിട്ടിയില്ല. ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും, നിങ്ങളൊന്ന് വിളിച്ചു തേടി നോക്കി, ഓലൊന്ന് ഉത്തരം തരട്ടെ നിങ്ങൾക്ക്. 12ാമതായി പറഞ്ഞത്, ഈ മരിച്ചുപോയ ആൾക്കാർ നിങ്ങളെ വിളിയും കാത്തിങ്ങനെ ഇരിക്കുക അവിടെ, ഇത് ശ്രദ്ധിച്ചിരിക്കുന്ന പണിയാണോ? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കാത്തവരാണ്. 13ാമതായി ഖുർആൻ പറഞ്ഞത് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. ഈ വിളിച്ചു തേടിയ ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതറിയില്ല പടച്ചോനെ എതിർക്കും, ബദരീങ്ങൾ എതിർക്കും. 14ാമതായി പറഞ്ഞത് ഉത്തരം തരൂലാന്ന് നേരത്തെ പറഞ്ഞു. ഉത്തരം എന്തേലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, സഹായം ചോദിച്ചാ സഹായം തന്നെ കിട്ടണ്ടേ. ലാ യസ്തതിഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. 16ാമതായി ലാ യഖൂന ബിശൈഇൻ വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖൂന ബിശൈഇൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഇവർ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതൊന്ന് തീരുമാനാക്കി തരണ്ടേ? ഒരു തീരുമാനം എടുത്തു തരാൻ അവരെ കൊണ്ട് പറ്റില്ല. 17ാമതായി ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളെ ബാധിച്ച ഉപദ്രവത്തെ
നീക്കിത്തരാൻ കഴിയോ? അതിനും കഴിയില്ല. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് മാറ്റിത്തരണേ, മാറ്റിത്തരാൻ കഴിയില്ല. വലത്തെ കാലുമെന്ന് ഇടത്തെ കാലുമലേക്ക് മാറ്റിത്തരണേ, അതിനും കഴിയില്ല. 18-ാമതായി ഈ രണ്ടു കൂട്ടരും കൂടി അള്ളാന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോ അവർ ശത്രുക്കളായിരിക്കും. വിളിച്ചു തേടിയോലും വിളിച്ചു തേടപ്പെട്ട ഔലിയാക്കളും. ബദരീങ്ങളോട് വിളിച്ചു തേടിയാൽ ബദരീങ്ങൾ നമ്മുടെ ശത്രുക്കളാകും. അമ്പിയാക്കളോട് വിളിച്ചു തേടിയാൽ അമ്പിയാക്കൾ നമ്മുടെ ശത്രുക്കളാകും. 19-ാമതായി പറഞ്ഞത്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുകയാണെങ്കിൽ അതിന് ഒരു തെളിവുമില്ല, ഊഹം മാത്രമേ ഉള്ളൂ. ഈ യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ വമാ യത്തബിഉ അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ. അള്ളാഹുവിന് പുറമെ പങ്കാളികളോട് വിളിച്ചു തേടുന്നവർ, ആ വിളിച്ചു തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഊഹം മാത്രാണ്. ഓലങ്ങനെ അവരിങ്ങനെ കിട്ടൂലേ, ഈ ഊഹം മാത്രമാണ് അവർക്കുള്ളത്. 20-ാമതായി പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം ഇത് ബാത്തിലാണ്. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل. അല്ലാഹ് മാത്രമാണ് ഹഖ്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നതൊക്കെ ബാത്തിലാണ്. അത് ബദരീങ്ങളോടാണെങ്കിലും അല്ലാത്തവരോടാണെങ്കിലും ശരി. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ. 21-ാമതായി പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് ഏറ്റവും വലിയ വഴികേടാണ്. കള്ളുകുടി ഹറാമ് തെറ്റ്, പലിശ ഹറാമ് തെറ്റ്, പക്ഷെ അതിനൊന്നിനും പ്രയോഗിക്കാത്ത ഒരു പ്രയോഗം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജിബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്ത, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവനേക്കാൾ ഏറ്റവും വഴിവേച്ചവൻ ആരുണ്ട്? അപ്പൊ ബദരീങ്ങളെ എന്ന് പറഞ്ഞ് ബദരീങ്ങളോട് തേടുന്നവൻ ഏറ്റവും വലിയ വഴികേടിലാണ്. 22-ാമതായി ഖുർആൻ പറഞ്ഞത്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ കഴിയാത്തവയോട് നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫൈൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ-ളാലിമീൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതൊരു പുണ്യകർമ്മമാണെന്നല്ല, ഏറ്റവും വലിയ വഴികേടാണെന്ന് നേരത്തെ പറഞ്ഞു. ലാലിമാണ് നീ ഏറ്റവും വലിയ അക്രമിയാണ്. അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ടത് നീ അവന്റെ അടിമകൾക്ക് അർപ്പിച്ചുകൊണ്ട് നീ വലിയ ളുൽമാണ് ചെയ്തത്. 23-ാമതായി പറഞ്ഞ കാരണം, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതകൂന മിനൽ മുഅല്ലബീൻ. അല്ലാഹു അല്ലാത്തവരോട് നീ വിളിച്ചു തേടിയാൽ നീ ശിക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കും നീ. 24-ാമതായി പറഞ്ഞത് ഏറ്റവും പ്രധാനമാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ദുആ ഇബാദത്താണ്. അപ്പൊ പ്രാർത്ഥന ഇബാദത്താണ്. അതാർക്കേ ചെയ്യാവൂ? അല്ലാഹുവിന് മാത്രം. 25-ാമതായി പറഞ്ഞു, പ്രാർത്ഥന ഇബാദത്താണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ അതെന്താകും? ശിർക്കാകും. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ ആ തേട്ടം, ആ പ്രാർത്ഥന അവർ കേൾക്കില്ല, കേട്ടാലും ഉത്തരം തരില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും.
അപ്പൊ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അവർക്കുള്ള ഇബാദത്താണ് എന്നതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ ഇത് ശിർക്കാണ് ശിർക്കാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 26-ാമത്തെ കാരണം ശിർക്കാണെങ്കിലോ ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രാർത്ഥന, നേർച്ച, നമസ്കാരം പോലുള്ള ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക വഴി നീ ശിർക്ക് ചെയ്താൽ അതിനുള്ള ശിക്ഷ മാത്രമല്ല, നിന്റെ എല്ലാ അമലും നഷ്ടപ്പെട്ടു പോകും, നിഷ്ഫലമായി പോകും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. 27-ാമത്തെ കാരണം അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പൊറുക്കൂല. ഇത് ശിർക്ക. അതുകൊണ്ട് അല്ലാഹു അത് പൊറുക്കൂല. 28-ാമത്തെ കാരണം ഈ ശിർക്ക് വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ അലല്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. പ്രാർത്ഥന, നേർച്ച പോലുള്ള ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക വഴി ശിർക്ക് ചെയ്യുന്നവൻ അവൻ അല്ലാഹുവിന്റെ പേരിൽ ഏറ്റവും വലിയ പാപമാണ് ചമച്ചുണ്ടാക്കിയിട്ടുള്ളത്. 29-ാമത്തെ കാരണം ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് ശിർക്ക് ചെയ്യുന്നുവോ സ്വർഗം അയാൾക്ക് നിഷിദ്ധമാണ്. സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ നഷ്ടപ്പെടുന്നത് സ്വർഗാണ്. 30-ാമത് പറഞ്ഞത് അവൻ അവസാനം ചെന്നെത്തി എവിടെ? സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂലെങ്കിൽ വമഅവാഹുന്നാർ, അവന്റെ അഭയസ്ഥാനം, മടക്കസ്ഥാനം നരകമായിരിക്കും. ഈ ശിർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്കെന്റെ റബ്ബുണ്ട്. ആ റബ്ബിലുള്ള വിശ്വാസം, അവനിലുള്ള തവക്കുൽ, അവനോടുള്ള പ്രാർത്ഥന, അവനിലുള്ള ഭരമേൽപ്പിക്കൽ വല്ലാത്ത ഒരു അംന, നിർഭയത്വമാണ്. അതിനേക്കാൾ വലിയൊരു കാവലും ഒരു സഹായവും സമാധാനം വേറെ എവിടുന്നാ കിട്ടാനുള്ളത്? ഉലൈക ലഹുമുൽ അംൻ. ഇത്രയും 10, 30, 31 കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇനിയും അല്ലാഹു അല്ലാത്ത ബദരീങ്ങളെ പോലുള്ളവരോട് നിങ്ങൾക്ക് വിളിച്ചു തേടണോ? എന്നാ മനസ്സിലാക്കിക്കോ. 32-ാമത്തെ കാര്യം വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി. അല്ലാഹുവിനോട് വിളിച്ചു തേടാൻ ഒരു ബുർഹാനും, ഒരു തെളിവും, ഒരു പ്രമാണവും ഇല്ല. ബദരീങ്ങളെ വിളിച്ചു തേടാൻ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്, എവിടെയും കിട്ടൂല തെളിവ്. ലാ ബുർഹാന ലഹു ബിഹി, അള്ളാഹുവാണ് പറഞ്ഞത്. ഒരു ബുർഹാനും ഒരു തെളിവുമില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, നിങ്ങൾക്ക് ഒരു തെളിവും തന്നിട്ടില്ലാത്ത ഈ ശിർക്കിന് എന്ത് തെളിവാ നിങ്ങളെ കയ്യിൽ? ഇത്രയും പറഞ്ഞിട്ട് പോരെ? എന്നാ പടച്ചോന്റെ ഒരു വെല്ലുവിളി 33. എന്താ? ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് അറൂനി മാദാ ഖലഖൂ മിനൽ അർദ് അം ലഹും ശിർകുൻ ഫിസ് സമാവാത് ഇഅ്തൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന ഇവരാരെങ്കിലും ഈ ഭൂമിയിൽ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? സ്വന്തമായി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കുണ്ടോ? ഇനി അതും ഉണ്ടോ? സ്വന്തമായി സൃഷ്ടിച്ചതിനുണ്ടോ? ഇല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ പങ്കുണ്ടോ അവർക്ക്?
യൂതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഈ ഖുർആനാണല്ലോ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൽ തെളിവില്ല. ഇതിനു മുമ്പുള്ള മറ്റു വല്ല വേദത്തിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, അല്ലെങ്കിൽ അറിവിന്റെ തെളിവിന്റെ ബുദ്ധിപരമായ ശാസ്ത്രീയമായ ചരിത്രപരമായ വല്ല തെളിവിന്റെയും ശകലം കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അറൂനി മാദാ ഖലഖു മിനൽ അർദ് അം ലഹും ശിർകുൻ ഫിസ് സമാവാത് യൂതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. ഞാൻ അവസാനിപ്പിക്കാം. 34-ാമത്, ആദം നബി മുതൽക്കുള്ള അമ്പിയാക്കളെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ട്. ഏതെങ്കിലും ഒരു നബി അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചതിനൊരു തെളിവും കാണാൻ സാധിക്കില്ല. റബ്ബനാ വലംനാ അൻഫുസനാ, ആദം നബിയും ഹവ്വാ ബീവിയും കൂടി അല്ലാഹുവിനോടാണ് തേടിയത്. മഹാനായ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന, പ്രവാചകന്റെ പ്രാർത്ഥനകൾ എന്ന പേരിൽ നൂറുകണക്കിന് പ്രാർത്ഥനകൾ നമ്മുടെ കൈകളിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് നബി പ്രാർത്ഥിച്ചതായി ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ നൂഹ് നബിയോടോ ആദം നബിയോടോ മറ്റേതെങ്കിലും നബിമാരോടോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന, റബ്ബനാ റബ്ബി അല്ലാഹുമ്മ, എന്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, അല്ലാഹുവേ എന്നല്ലാതെ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ കാണില്ല. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി, അതുപോലുള്ള സാലിഹീങ്ങളെ പറ്റി ഖുർആനിലുണ്ട്. ഇവരാരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ കുറെ പ്രാർത്ഥനകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായി കാണില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങൾ തേടിയതും ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദഫീൻ, ആ ബദരീങ്ങളും തേടിയത് അല്ലാഹുവിനോടാണ്. സകല മുഅ്മിനീങ്ങളും തേടിയത് അല്ലാഹുവിനോടാണ്. അതാണ് നേരായ മാർഗം, അതാണ് സാലിഹീങ്ങളുടെ മാർഗം, അതാണ് ശുഹദാക്കളുടെ മാർഗം, അതാണ് ബദരീങ്ങളുടെ മാർഗം, അതാണ് മുഹമ്മദ് നബിയുടെ മാർഗം, അതാണ് സകല നബിമാരുടെയും മാർഗം, അതാണ് തൗഹീദിന്റെ മാർഗം. അത് വിട്ടുകൊണ്ട് ബദരീങ്ങളോടോ മറ്റു മഹാന്മാരോടോ വിളിച്ചു തേടാൻ പോയാൽ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നരകത്തിലായിരിക്കും ശാശ്വതമായ നമ്മുടെ, ആ നരകത്തിലായിരിക്കും എന്നുമെന്നും കഴിച്ചു കൂട്ടേണ്ടി വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത കൈക്കൊള്ളുക. ഈമാൻ നിലനിർത്താനും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ആ തൗഹീദോടുകൂടി ജീവിച്ച് മരിച്ച് പരലോകത്ത് പുണ്യം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ബദറിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ സമയത്ത് യഥാർത്ഥ ബദരീങ്ങളുടെ മാർഗം, ഖുർആൻ കാണിച്ചു തന്ന മാർഗം, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുക എന്ന ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് ബദരീങ്ങളോടോ അല്ലാത്തവരോടോ തേടുന്ന ശിർക്കൻ മാർഗത്തിൽ വഴിതെറ്റിപ്പോവാതിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين.